ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം ദൈവം വരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം, എങ്ങനെയാണ് നാം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയിൽ, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഓരോരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നോക്കിയേ, യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരുവാനുള്ള യോഗ്യതയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. നാം ക്രിസ്തുവിൽ വസിച്ചാൽ ക്രിസ്തു നമ്മിൽ വസിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്നവിടെ പറയുന്നു? ശുദ്ധിയുള്ളവരായിരിക്കണം. ശുദ്ധി ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണമെന്നവിടെ പറയുന്നുണ്ട്? യേശു സംസാരിച്ച വചനം കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം. പിന്നെയും പറയുന്നുണ്ട്, 15-ന്റെ 7-ാം വചനത്തിൽ പറയുകയാണ്: അപ്പോൾ നാം ഇച്ഛിക്കുന്നതും അപേക്ഷിക്കുന്നതും എല്ലാം നമുക്ക് കിട്ടും എന്നവിടെ എഴുതിയിരിക്കുന്നു. പിന്നെയും താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയാണ്, എല്ലാം കിട്ടും തോറും നാം എന്ത് ചെയ്യും? ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരും. അങ്ങനെ ഫലം കായ്ക്കുന്നവരായി മാറുന്നത് മൂലം നമ്മളിലൂടെ പിതാവാൻ ദൈവം മഹത്വപ്പെടുന്നു. പിതാവാൻ ദൈവം മഹത്വമെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശു പിതാവാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് നമ്മെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം പിതാവ് മഹത്വപ്പെടണം. നാം പിതാവിനെ മഹത്വപ്പെടുത്തക്ക രീതിയിലാണോ നമ്മുടെ ജീവിതം? നാം യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരണമെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന യോഗ്യതകളാണ് നാം വായിച്ചത്. ആയതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യരായി തീരുവാൻ നാം വേണ്ടുന്ന വിശുദ്ധി നമുക്ക് പ്രാപിച്ചിട്ടുണ്ടോ? നാം ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? പിന്നെയും ക്രിസ്തുവിൽ വസിച്ച് ഒരു കൊമ്പായിട്ട് നാം വളരുന്നുണ്ടോ? ഇതൊക്കെയും ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ നാം പിതാവിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കും. പിതാവ് നമ്മെ ഓരോരുത്തരെയും യേശുവിൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുക്കുന്നു. ഈ വചനത്താൽ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.